ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറി എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തിലാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു ഇതൊരു സ്പീച്ചാണ്. സ്പീച്ച് പറയുന്ന ആരാണ്? നമ്മളുടെ അഡിച്ചിയാണ്. അപ്പം അഡിച്ചി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണെന്ന് പറഞ്ഞിരുന്നത് അമേരിക്കയിലാണ് എന്നുള്ളതാണ്. അന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. I must say that before I went to US, I didn't consciously identify as African. അപ്പോൾ ഞാൻ അമേരിക്കയിൽ പോകുന്നത് വരെ ഞാനൊരു ആഫ്രിക്കനാണ് എന്നുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ US, whenever Africa came up, people turned to me. പക്ഷേ US എത്തിയ സമയത്ത് എന്തെങ്കിലും ആഫ്രിക്കയെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും സംഭവത്തിൽ ആഫ്രിക്ക എന്നുള്ള പേര് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ നേർക്ക് തിരിയും. ഐ ഡിഡ് കം ടു എംബ്രേസ് ദിസ് ന്യൂ ഐഡൻറ്റിറ്റി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആഫ്രിക്കനാണ് എന്നുള്ള ഒരു ബോധം, ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എംബ്രേസ് ചെയ്തു, ഞാൻ എടുത്തു. ആൻഡ് ഇൻ മെനി വേസ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ, ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക ഈസ് റെഫേർഡ് ടു ആസ് എ കൺട്രി. അതുകൊണ്ട് തന്നെ ഞാൻ ആഫ്രിക്കനാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഇനി എന്താണ് എനിക്ക് ഇറിറ്റബിളായി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയെ അവർ കാണുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യത്തെ അമേരിക്കക്കാർ കാണുന്ന ആ രീതിയെ എനിക്ക് ഇറിറ്റബിൾ ആയത്, എനിക്ക് ദേഷ്യം വരാറുണ്ട്. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ് ഇൻ US ആസ് ആൻ ആഫ്രിക്കൻ, ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് മൈ റൂംമേറ്റ്സ് റെസ്പോൺസ് ടു മീ. അപ്പോൾ ഒരു ആഫ്രിക്കനായിട്ട് ഞാൻ അമേരിക്കയിൽ കുറച്ച് കാലം താമസിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണ്ട് അമേരിക്കൻ റൂംമേറ്റ് എന്നെ കണ്ടപ്പോൾ ഷോക്കായി എന്നുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഷോക്കായത് എനിക്ക് മനസ്സിലായി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നൈജീരിയ അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലോ ലെവൽ കൺട്രി ആയിരുന്നു. ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ ആൻഡ് ഇഫ് ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വർ ഫ്രം പോപ്പുലർ ഇമേജസ്. ഇനി ഞാൻ ആഫ്രിക്കയിലല്ല താമസിച്ചെങ്കിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിലല്ല ജീവിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആഫ്രിക്ക വർ പോപ്പുലർ തിങ്സ്. എനിക്ക് അറിയുന്നത് എന്താണ്? ബാക്കിയുള്ള ഇമേജസിൽ നിന്നൊക്കെയാണ്, ചിത്രങ്ങളിൽ നിന്നൊക്കെയാണ്. ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. ഞാനും വിചാരിക്കും ആഫ്രിക്ക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു മനോഹരമായ സ്ഥലമുള്ള ഒരു രാജ്യമാണ്. ബ്യൂട്ടിഫുൾ ആനിമൽസ്, ഒരുപാട് മൃഗങ്ങളുള്ളതാണ്. ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ അണേബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽവ്സ് ആൻഡ് വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ ദ കൈൻഡ് വൈറ്റ് ഫോറിനേഴ്സ്. തമ്മിൽ എന്താണ്? ഒരു പരിചയമില്ലാത്ത, അതുപോലെ തന്നെ വൈറ്റ് ഫോറിനേഴ്സ്, ബ്രിട്ടീഷുകാരുടെ അടിമയിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് എന്നാണ് ഞാനും കരുതിയിട്ടുണ്ട്. I would see African in the same way that I as a child had seen Fide's family. ഞാനും ആഫ്രിക്കയെ കണ്ടിരുന്നത് ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. എങ്ങനെ? എനിക്ക് ഫിഡയുടെ ഫാമിലിയെക്കുറിച്ച് പൂറാണെന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നു ആഫ്രിക്ക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ലോ ലെവൽ കൺട്രിയാണ്, അവിടുത്തെ ആളുകൾക്കൊന്നും വിവരമൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാനും വിചാരിച്ചിരുന്നത്. എങ്ങനെയാണെങ്കിൽ ഞാൻ ആഫ്രിക്കയിൽ താമസിച്ചില്ലായിരുന്നെങ്കിൽ. I began to realize that my American roommate must have throughout her life seen and heard different versions of the single story. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ആഫ്രിക്കക്കാരെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റിന് ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കണം അന്ന് എങ്ങനെ എന്നോട് സംസാരിച്ചെന്ന് നമ്മളുടെ അടിച്ചിക്ക് തോന്നി. എ പ്രൊഫസർ once told me that my novel was not authentically African. അപ്പോൾ ഒരു ദിവസം എന്നെ പഠിപ്പിച്ച പ്രൊഫസർ പറയാണ്, എൻ്റെ വർക്കൊന്നും ഒരിക്കലും ഒതന്റിക്കലി ആഫ്രിക്കൻ അല്ല, മുഴുവനായിട്ടും ആഫ്രിക്കക്കാരെ പോലെയല്ല. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഒതന്റിസിറ്റി വാസ്. അപ്പോൾ എന്താണ് ഈ ഒതന്റിസിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒതന്റിസിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വർ ടു മച്ച് ലൈക്ക് ഹിം. പ്രൊഫസർ അതിന് കാരണം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഒതന്റിസിറ്റി ഇല്ലാത്തതെന്നുള്ള കാരണം പറഞ്ഞത്. എൻ്റെ ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫസറെ പോലെയാണ്. ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ. എഡ്യൂക്കേഷനുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് മൊത്തം. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർസ്. എൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാർ ഓടിക്കുന്നുണ്ട്. ദ വർ നോട്ട് സ്റ്റാർവിങ്. ഒരിക്കലും പട്ടിണി കിടക്കുന്ന ക്യാരക്ടേഴ്സ് എൻ്റെ കഥയിൽ വന്നിട്ടില്ല. ദെർഫോർ ദേ വർ നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ. അതുകൊണ്ട് എന്തല്ല? ഒതന്റിക്കലി ആഫ്രിക്കൻ അല്ല. അപ്പോൾ അവളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവളെ പോലെ അല്ലെങ്കിൽ പ്രൊഫസറെ പോലെയാണ്. അതിലും താഴെ എടുക്കുന്ന, അപ്പോൾ നമുക്കറിയാം സൊമാലിയ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടുത്തെ ആളുകളുടെ ആ പിക്ചറൊക്കെ നമ്മളുടെ മനസ്സിൽ വരും. അപ്പൊ അങ്ങനത്തെ കുറിച്ചിട്ടൊന്നും ആരും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അടിച്ച് എഴുതിയിട്ടില്ല. When I learned some years ago, the writers were expected to have had really unhappy childhood to be successful. അപ്പോൾ കുറെ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, എല്ലാ റൈറ്റേഴ്സിനും എന്താണ്? ഒരു അൺഹാപ്പി ചൈൽഡ്ഹുഡ് ഉണ്ടാവും, അത്ര സുഖകരമില്ലാത്തൊരു ചൈൽഡ്ഹുഡ് ഉണ്ടാവും. അവിടെ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? സക്സസ്ഫുൾ ആയി വരുന്നത്. I began to think about
how I could invent horrible things my parents had done to me. അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ പാരൻസ് എന്നോട് എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എൻ്റെ ഭാഗത്ത് ഒരു സങ്കടകരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഭയങ്കര മനോഹരമായിരുന്നു. ഫുൾ ഓഫ് ലവ് ആൻഡ് ലവ് ഇൻ എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി. ഭയങ്കര സന്തോഷത്തോടും ചിരിയോടുകൂടി വളരെ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയ ഫാമിലിയൊക്കെ ആയിരുന്നു എൻ്റെത്. അതുകൊണ്ട് എനിക്ക് എന്തല്ല എൻ്റെ ചൈൽഡ്ഹുഡ് എന്തല്ല ഒരു പ്രോബ്ലമാറ്റിക് ഒന്നും അല്ലായിരുന്നു. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ച ഗ്രാൻഡ് ഫാദേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൈ കസിൻ പോളി ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് ഹെൽത്ത് കെയർ. എൻ്റെ ഫ്രണ്ട് പോളി എന്നുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്താണ് നല്ല ഒരു മെഡിക്കൽ കെയർ നല്ലൊരു ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് അവർ ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. അപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ ഒക്കലോമ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ ക്രാഷിൽ വിമാന അപകടത്തിൽ വിമാനത്തിന് ആവശ്യത്തിന് വെള്ളമില്ലാത്തതുകൊണ്ട് പൊട്ടിത്തെറിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ഐ ഗ്രൂ അപ്പ് അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റ്സ്. ഞാൻ വളർന്നത് ഒരു റിപ്രസീവ് അടിച്ചമർത്തിയ ഒരു മിലിറ്ററി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ആൻഡ് ഡി വാല്യൂഡ് എഡ്യൂക്കേഷൻ. അവരെന്തെല്ലാം എഡ്യൂക്കേഷൻ അത്ര വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. സോ ദാറ്റ് സംടൈംസ് മൈ പാരൻസ് വർ നോട്ട് പെയ്ഡ് ദയർ സാലറീസ്. ചില സമയത്തൊന്നും ആ മിലിറ്ററിയിലോട്ട് എനിക്ക് എൻ്റെ സാലറി അല്ലെങ്കിൽ അവർക്ക് പാരൻസിന് എന്നെ പഠിപ്പിക്കാനുള്ള സാലറി കൊടുക്കാത്ത ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങളെന്ന് പറയാവുന്നത്. ഓൾ ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ആം ഐ. ഈ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെയാണ് എന്നെ ഞാനാക്കിയത്. ബട്ട് ടു ഇൻസിസ്റ്റ് ഓൺ ഓൾ ദീസ് നെഗറ്റീവ് സ്റ്റോറീസ് ഈസ് ഓഫൺ ഫ്ലാറ്റർ മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് സ്റ്റോറീസും എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ടു ഓവർലുക്ക് ദ മെനി അതർ സ്റ്റോറീസ് ദാറ്റ് ഫോംഡ് മീ. ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ സ്റ്റോറീസ് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ സിംഗിൾ സ്റ്റോറി ഞാൻ പറഞ്ഞത് സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ സ്റ്റീരിയോ ടൈപ്പാണ്. സ്റ്റീരിയോ ടൈപ്പ് മീൻസ് നമ്മൾ ഒരു കാര്യത്തിന് ഒരു വർഷം മാത്രം ചിന്തിക്കലാണ്. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോ ടൈപ്പ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, നുണയല്ല, അൺട്രൂ അല്ല, സത്യം ആണ്, അല്ലെങ്കിൽ എന്താണ്, നുണയല്ല. ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. പക്ഷെ എന്താണ്, അതെന്തെല്ലാം മുഴുവനായിട്ടും ആയിട്ടില്ല. നമ്മൾ പറയുന്ന ഇപ്പോൾ ഫിഡയുടെ ഫാമിലി പുവർ ആണ് പറഞ്ഞത്, അത് നുണയല്ല, സത്യമാണ്. പക്ഷെ പോർട്ടിക്കപ്പുറം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്, കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. അപ്പോൾ നമ്മളൊരു കഥയുടെ ഒരു ഭാഗം മാത്രം ചിന്തിച്ച് നമ്മളെ മനസ്സിൽ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി കാര്യത്തിലോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളിതിൽ കുറച്ച് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഇനിയൊരു ഭാഗമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഡിഡ് അഡിച്ചി എംബ്രേസ് ദ ന്യൂ ഐഡന്റിറ്റി ആസ് ആൻ ആഫ്രിക്കൻ? സെക്കൻഡ് വൺ, വൈ ഡിഡ് ദ പ്രൊഫസർ ടെൽ ഹർ റൈറ്റിംഗ് വാസ് നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ? Third one, what kind of childhood did Adichie have? Fourth one, pick out a word which means closely connected. And last one, what is the problem of a single story according to Adichie?